Good morning, Savita. Good morning. പേജ് പുതിയ നമ്മൾ എടുത്ത പാഠം എടുത്ത് നിർത്തിയത് ആ പേജ് നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ ഏതാ പാഠം എടുത്തത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല് പേജ് നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. സിമ്പിൾ അല്ലേ ഈ പാഠം? നിങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്ന ഹോസ്പിറ്റലിലെ സൈസ് ഏറ്റവും സിമ്പിൾ ആയ പാഠമാണ്. കൊള്ളയിലെ ഏറ്റവും സിമ്പിൾ ആയ ലെസൺ ആണ്. ഇനി നമ്മൾ എടുക്കേണ്ടത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ചാല് നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ആ ഒരു സ്പെഷ്യാലിറ്റിയിൽ മിക്ക ഹോസ്പിറ്റലിലും ഇപ്പൊ ക്യാൻസർ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഹോസ്പിറ്റൽ അതിന്റെ ക്ലിനിക്കലിന്റെ കാര്യമാണ് പറയണത്. ഹോസ്പിറ്റൽസ് ക്യാൻ ആൾസോ ബി classified on the basis of clinical speciality they offer. For example, hospital which offer cardiac care are classified as cardiac. Cardiac എന്ന് പറഞ്ഞാൽ എന്താ? cardiac hospital എന്നൊക്കെ പറയുന്നത് ഹാർട്ടിന് സംബന്ധമായത്, നമ്മുടെ ഹാർട്ടിന്റെ ഹൃദയമായിട്ട് സംബന്ധമായ എല്ലാരും കാർഡിയാക്. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണോണ്ടാ. കണ്ണിനെ പറയണത് എന്തെന്നാ? നമ്മള് കണ്ണായിട്ട് ബന്ധപ്പെട്ടതിന് എന്താ പറയാ? നമ്മൾ ഓരോ ഓളജികൾ ഉണ്ട് നമുക്ക്. അത് ഒഫ്താൽമോളജി. കണ്ണായിട്ട് ബന്ധപ്പെട്ടത് ഒഫ്താൽമോളജി. പിന്നെ എല്ലായിട്ട് ബന്ധപ്പെട്ടത് ഓർത്തോളജി. എല്ലായിട്ട് ബന്ധപ്പെട്ടത് ഓർത്തോളജി. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബേസ് ഉണ്ടായിരിക്കണം. പിന്നെന്താ? നമ്മള് ഹാർട്ടായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി. ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ടത് ഓങ്കോളജി. പിന്നെന്താ? ഓർത്തോളജി, ഓങ്കോളജി. പിന്നെ ഗൈനക്കോളജി. ഗൈനക്കോളജി എന്താ? ഗൈനക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾ പ്രസവമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഗൈനക്കോളജിസ്റ്റ്. പിന്നെ ന്യൂറോളജി, ഞരമ്പുപരമായിട്ട് ബന്ധപ്പെട്ടത് ന്യൂറോളജി. നെഫ്രോളജി കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ പീഡിയാട്രിക്സ് എന്താ? പീഡിയാട്രിക്സ് കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടതാണ്. പിന്നെ പാത്തോളജി, ഹെമറ്റോളജി ബ്ലഡ് ആയിട്ട് ബന്ധപ്പെട്ടത്, ഗ്യാസ്ട്രോളജി. അങ്ങനത്തെ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒരു ഹോസ്പിറ്റലില് നമ്മൾ ആ ക്ലിനിക്കൽ ഡെർമറ്റോളജി, സ്കിന്നായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഡെർമറ്റോളജി. നമ്മുടെ സ്കിന്ന് സംബന്ധമായ ഡിസീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡെർമറ്റോളജി ഡോക്ടറെ കാണാം. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലില് അവർ നൽകുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തില് നമ്മൾ ഒരു പലതരമായിട്ട് ഇതിനെ തരംതിരിക്കുക. അപ്പൊ ഹോസ്പിറ്റലിനെ നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാർഡിയാക് എന്തെങ്കിലും രോഗം എന്തെങ്കിലും അതിനുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നത് കാർഡിയാക് ഹോസ്പിറ്റൽ. അതിന് മാത്രമായിട്ട് ചിലപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു ഹോസ്പിറ്റല് കാർഡിയാക് ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിന് സംബന്ധമായ ഡോക്ടേഴ്സ് അവിടെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ആയിരിക്കും. അവിടെ കാർഡിയാക്കായിട്ട് ബന്ധപ്പെട്ട ICU ഉണ്ടാവും, അതിന് ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കും. എല്ലാ ഹോസ്പിറ്റലും പോലെ ആവില്ല. ഈ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലിൽ എല്ലാവരും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതാണ് അവിടെ പറഞ്ഞത്. ഹോസ്പിറ്റൽ വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് കാർഡിയാക് ഹോസ്പിറ്റൽ. വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആണെങ്കിലോ ഓങ്കോ ഹോസ്പിറ്റൽ.
ക്യാൻസറിന് ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലിനെ നമ്മൾ ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറയും. A hospital can offer one or more specialty, namely single specialty or multi-specialty hospital. എന്നുവെച്ചാൽ ഒരു ഹോസ്പിറ്റലിന് ഒന്നോ അതിലധികമോ സ്പെഷ്യാലിസ്റ്റുകൾ ഉണ്ടാവും. ഒരു ഹോസ്പിറ്റലില് ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്പെഷ്യലൈസ് ചെയ്യണത് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകും. അതില് സിംഗിൾ സ്പെഷ്യാലിറ്റി ആയിട്ടും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടും ഉണ്ടാവും. മനസ്സിലായ പറയണത്? സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ല, മനസ്സിലാവുന്നില്ലേ പറയണത്? മനസ്സിലാവുന്നില്ലേ? സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ല, ഇല്ല. ഓക്കെ, അപ്പൊ ഓക്കെ, സ്പീഡ് എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ അപ്പം മെസ്സേജ് ഇട്ടേക്കണം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് റൗണ്ട് ചെയ്ത് വെക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ, ഹോസ്പിറ്റലിൽ നമ്മൾ അതിന്റെ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും. കാർഡിയാക് എന്നതിനെ കാർഡിയാക് ഹോസ്പിറ്റൽ എന്നും ക്യാൻസർ എന്നതിനെ ക്യാൻസർ ഓങ്കോളജി ഹോസ്പിറ്റൽ, ക്യാൻസർ അല്ല ഓങ്കോളജി ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കും. ഇങ്ങനെ തരംതിരിക്കുന്നത് സിംഗിൾ സ്പെഷ്യാലിറ്റി ആയിട്ടും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആയിട്ടും നമ്മൾ ഇങ്ങനെ തരംതിരിക്കും. അത് നമുക്കറിയാം. ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ ഒന്നോ രണ്ടോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും, ഒരെണ്ണം മാത്രമാവില്ല. വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റിയില് ഓക്കെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്താ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും ഇല്ലേ? നമ്മുടെ എറണാകുളം ടൗൺ സിറ്റിയിലൊക്കെ ഉണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലുണ്ട്. അതിന് പക്ഷെ ഡെയിലി ഇരിക്കില്ല, വീക്കിലി എന്തോ 2 days അങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുന്ന ചില ഹോസ്പിറ്റലൊക്കെ. ചിലടത്ത് കണ്ടിന്യൂസ് കാർഡിയാക്കൊക്കെ മാത്രമുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ RCC തിരുവനന്തപുരം ഓക്കെ അവിടേക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റീസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പിന്നെന്താ, വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് ഓങ്കോ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ മോർ സ്പെഷ്യാലിറ്റി, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. സിംഗിൾ സ്പെഷ്യാലിറ്റി ആയിട്ടും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആയിട്ടും അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പിന്നെന്താ പറഞ്ഞേ, പിന്നെ നമ്മളോട് പറഞ്ഞത് also depending upon the speciality that a hospital offers, the type of resources and its organization is determined. എന്ന് വെച്ചാല് സിംഗിൾ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആ സ്പെഷ്യാലിറ്റികളെ ആശ്രയിച്ച് ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റികൾ ഉണ്ട്, അതിനെ ആശ്രയിച്ച് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ എന്തൊക്കെ ഉണ്ടാവണം, അവിടെ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആ നമ്മൾ ഏത് സ്പെഷ്യലൈസിലാണോ അവിടെ പോയത്, ക്യാൻസറിനാണ് അവിടെ പോയെങ്കിൽ ആ ഹോസ്പിറ്റലില് ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട റിസോഴ്സുകൾ ഉണ്ടാവണം, അവർക്ക് അതിനായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ക്യാൻസർ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ റേഡിയേഷൻ തെറാപ്പി, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കാർഡിയാക് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത്. ഒരാൾക്ക് നെഞ്ചുവേദന എടുത്ത് അതിന്റെ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റൽ അന്വേഷിച്ചപ്പോ ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ കണ്ടു, നമ്മൾ അവിടേക്ക് പോയി. വി നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ICU. അവിടെ എന്ത് വേണം, അവിടെ അതുപോലെ കാർഡിയാക്കിന് സംബന്ധമായ ഒരു ലാബ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കാർഡിയാക്കിന്റെ ഒരു ICU ഉണ്ടായിരിക്കണം. അത് മസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് അതിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഓങ്കോ ഹോസ്പിറ്റൽ, ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ പോയി. അവിടെ ക്യാൻസറിന്റെ ഡോക്ടർ മാത്രം ഇരുന്നാ പോരാ, പക്ഷെ ഡോക്ടറിന് കൂടെ അവിടെ റിക്വയർ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്, അവിടെ ആ പേഷ്യന്റിന് ഒരു റേഡിയേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള തെറാപ്പി യൂണിറ്റും റേഡിയേഷൻ തെറാപ്പി യൂണിറ്റും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൽ വേറെ ഡൗട്ട് ഒന്നുമില്ല. നമ്മളുടെ ഒരേ ഹോസ്പിറ്റലില് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ഉണ്ടായിരിക്കണം. എല്ലാവരും ഈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതാ പറഞ്ഞത്. അതിന്റെ എക്സാമ്പിൾ ആണ് കാർഡിയാക് ഹോസ്പിറ്റലിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓങ്കോ ഹോസ്പിറ്റലില് ഈ റേഡിയേഷൻ തെറാപ്പി പിന്നെ അതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ പോയിന്റ് ആണ് സ്ക്രീൻ ഇത്തിരി ചെറുതാക്കണം. ഓക്കെ, സ്ക്രീൻ എങ്ങനെ ചെറുതാക്കാം? അയ്യോ പറ്റണില്ല.
എന്താ ഇത് ചെറുതാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? എന്താ ചെറുതാക്കാൻ പറഞ്ഞ? കാണാൻ പറ്റാണ്ടാണോ? കാണാൻ പറ്റാണ്ടാണോ ചെറുതാക്കണം എന്ന് പറഞ്ഞത്? ചെറുതാക്കണം എന്ന് പറഞ്ഞ ആള് എന്താ ചെറുതാക്കണം എന്ന് പറഞ്ഞേ? സൂം ചെയ്താൽ മതിയല്ലോ. സൂം ചെയ്യാനായിട്ട് ഇതില് ഒരുപാട് റെക്കോർഡ് ക്ലാസ്സുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എടുക്കുമ്പോ മൊത്തം പോകും. ലാസ്റ്റ് വരുന്ന വാക്ക് കാണുന്നില്ല. ഓക്കെ, ഞാൻ ഇത് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ലാസ്റ്റ് വരുന്ന വാക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ കാണാൻ പറ്റണ്ട? അത്യാവശ്യം ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാ? ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഓണർഷിപ്പ് പഠിക്കാം. എന്താ ഓണർഷിപ്പ്? ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉടമസ്ഥ, നമ്മുടെ ഒരു ഓണർഷിപ്പ് എന്തെങ്കിലുമൊക്കെ ഒരു ഉടമസ്ഥ. ഓക്കെ. അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം, അതാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. എന്ന് വെച്ചാൽ എന്താ? ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ നമ്മൾ താഴെ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് തരംതിരിക്കാം. ഫോളോ, നമുക്ക് താഴെ കാണുന്ന എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ, ഒരു ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യണത്? ഫസ്റ്റ് എന്താ? പബ്ലിക് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ? പൊതു ഹോസ്പിറ്റലാണ്. അത് എല്ലാവർക്കും കൂടിയുള്ള ഹോസ്പിറ്റലാണ്. പൊതുവായിട്ടുള്ള ഹോസ്പിറ്റലാണ് പബ്ലിക് ഹോസ്പിറ്റൽ. അതിന്റെ ഓണർഷിപ്പ് ആർക്കാ? ഗവൺമെന്റ്. ഹോസ്പിറ്റൽ അതിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ് ഏത്? പബ്ലിക് ഹോസ്പിറ്റൽ. അതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പെടും. പൊതു ഹോസ്പിറ്റലിന്റെ കാര്യമാണ് പറയണത്. പൊതുവായിട്ടുള്ള ഹോസ്പിറ്റലില് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പെടും. അതിന്റെ ഉടമസ്ഥാവകാശം സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ഉള്ള ഹോസ്പിറ്റലാണ് പറഞ്ഞ AIMS PGI ഹോസ്പിറ്റൽ. ഇത് രണ്ടും എന്തിലുള്ളതാ? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ്. ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്നത് പബ്ലിക് ഹോസ്പിറ്റലാണ്, പൊതുവായ ഹോസ്പിറ്റല്. ആ പൊതുവായ ഹോസ്പിറ്റലില് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് AIMS PGIS ഹോസ്പിറ്റല്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല് ജില്ലയിലെ ഒരു ഹോസ്പിറ്റല്, ജില്ലാ ആസ്പത്രി എന്ന് പറയും നമ്മൾ ജില്ലാ ഹോസ്പിറ്റല്, ജില്ലാ ആശുപത്രി എന്നൊക്കെ പറയില്ലേ? അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല് ആരാണ് മാനേജ് ചെയ്യണത്? നമ്മുടെ മാനേജ്ഡ് ബൈ ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ളത്. ജില്ലാ ഹോസ്പിറ്റലിന്റെ മാനേജ് ചെയ്യണത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നമ്മുടെ ഗവൺമെന്റ് അല്ലെ? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് ജില്ലാ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഓരോ ജില്ലകളിലുണ്ടാവും. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ എറണാകുളം മെഡിക്കൽ കോളേജ് അല്ലേ? അതാ അതിന്റെ അതോറിറ്റി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവിടെ ഒരുവിധം ഡോക്ടേഴ്സിനെ കാണണമെങ്കിലും മരുന്നുകൾക്കൊക്കെ ഫ്രീ അല്ലേ? അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണത്. അങ്ങനെ എല്ലാ ജില്ലയിലും ഉണ്ടാവും. നമ്മുടെ തൃശ്ശൂരുണ്ട് മുളകുന്നത്ത് കാവ് മെഡിക്കൽ കോളേജ്. അങ്ങനെ ഓരോ ജില്ലയിലും, 14 ജില്ലയിലും അതുപോലെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഓരോ ജില്ലകളിലും ഓരോ ഹോസ്പിറ്റൽ ഉണ്ടാവില്ലേ? അതാണ് അതിനെ മാനേജ് ചെയ്യണത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, മെഡിക്കൽ കോളേജ്. ഓക്കെ, നെക്സ്റ്റ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജ് എന്ന് പറയണത് മെയിൻ ആയിട്ടുള്ള എല്ലാത്തിന്റെയും കേന്ദ്രമായ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവും. ഒരു വലിയൊരു മെഡിക്കൽ കോളേജ്. ചെറിയ ചെറിയ ഹോസ്പിറ്റൽ പോലത്തെ അല്ല. ഇപ്പൊ മുനിസിപ്പൽ നെക്സ്റ്റ് നോക്കിയേ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ. ഇതും പൊതു ഹോസ്പിറ്റലിൽ പെട്ടതാണ്, പബ്ലിക് ഹോസ്പിറ്റലിൽ പെട്ടതാണ് ഈ മുനിസിപ്പൽ ഹോസ്പിറ്റലും. പക്ഷെ മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ മാനേജ് ചെയ്യണത് ആ ഒരു ഡിസ്ട്രിക്റ്റിലായിരിക്കും. മനസ്സിലായ? ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയില് മെഡിക്കൽ കോളേജ് ഡിസ്ട്രിക്റ്റിലും ഇല്ല. മെഡിക്കൽ കോളേജ് ഇല്ല, ഡിസ്ട്രിക്റ്റിലും. മെഡിക്കൽ കോളേജ് എന്ന് പറയണത് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മുനിസിപ്പൽ ആയ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ അല്ല. സിറ്റി ടൗൺ ഒക്കെ നീങ്ങിയിട്ട് കുറച്ചും കൂടി ഒരു ഉള്ളിലോട്ട് അത്യാവശ്യം പാവങ്ങളായ ഉള്ള ഏരിയയില്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ വരാനായിട്ട്. കാരണം എല്ലാവർക്കും ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ വലിയ ഹോസ്പിറ്റലൊക്കെ എവിടെയായിരിക്കും വരുന്നത്? നമ്മുടെ വലിയ ഹോസ്പിറ്റലൊക്കെ വലിയ ടൗണിലായിരിക്കും വരുന്നത്. അപ്പൊ എല്ലാവർക്കും ചേരാൻ പറ്റില്ല. ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം.
അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ് ഈ മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യണത് ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ നിങ്ങൾ ഓരോ ഹോസ്പിറ്റലും മാനേജ് ചെയ്യണത് ആരെന്ന് അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കീഴിൽ മൊത്തം ഇതൊരു പബ്ലിക് ഹോസ്പിറ്റലാണ്. അപ്പൊ അതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മാനേജ് ചെയ്യണത് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റല് സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യും. അതുപോലെ മുനിസിപ്പൽ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അത് അണ്ടർലൈൻ ചെയ്തിടാം. മുനിസിപ്പൽ ഹോസ്പിറ്റല് നിങ്ങൾക്ക് ചോദിക്കും ഇതാരാ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തരും. നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അതൊക്കെ ഈ മുനിസിപ്പൽ ഹോസ്പിറ്റലിൽ പെടും. അതിനെയൊക്കെ മാനേജ് ചെയ്യണതാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് PSU ഹോസ്പിറ്റൽ. PSU എന്ന് പറയുന്നത് എന്താ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ദോസ് മാനേജ്ഡ് ബൈ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. എന്ന് വെച്ചാല് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് വെച്ചാല് പൊതുമേഖലയുടെ കീഴിൽ വന്നത്. പൊതുമേഖലയുടെ കീഴിൽ വന്ന ഹോസ്പിറ്റലാണ് PSU ഹോസ്പിറ്റൽ. അത് മാനേജ് ചെയ്യണത് നമ്മുടെ റെയിൽവേ ഒക്കെ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള റെയിൽവേ, പിന്നെ കോൾ ഇന്ത്യ, കൽക്കരിയുടെ ഖനികളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവര് ആ ഒരു ലിമിറ്റഡ് അവരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് പൊതു ഹോസ്പിറ്റലാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പൊതു ഹോസ്പിറ്റലാണ്. പക്ഷെ അതിന്റെ അതോറിറ്റി, അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇതുപോലെ നമ്മുടെ റെയിൽവേ പോലെ, കോൾ ഇന്ത്യ പോലെ അങ്ങനത്തെ വലിയ വലിയ ഗവൺമെന്റിന്റെ അധീനതയിൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല, റെയിൽവേ എന്നൊക്കെ പറയണത് സെൻട്രൽ ഗവൺമെന്റാ, അതിന്റെയൊക്കെ അധീനതയിലുള്ള ഓരോ ഓർഗനൈസേഷൻ ഇല്ലേ, അവരൊക്കെ നോക്കണതാണ് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഇതിലൊന്നും എന്താ ക്യാഷിന്റെ ആവശ്യമില്ല, ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ അധീനതയിലല്ല, എല്ലാവർക്കും കൂടിയുള്ള ഒരു പബ്ലിക് ഹോസ്പിറ്റലാണ്. അപ്പൊ ഓൺഡ് ബൈ ഗവൺമെന്റ്. ഈ പബ്ലിക് ഹോസ്പിറ്റല് ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ഒന്നാമത്തെയാണ് സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, പിന്നെ വരണ മുനിസിപ്പൽ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് PSU ഹോസ്പിറ്റൽ. PSUവിന്റെ ഫുൾ ഫോം ആണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നാല് കാര്യങ്ങള് പബ്ലിക് ഹോസ്പിറ്റലിൽ വരുന്നു. ഈ 4 ഹോസ്പിറ്റലിന്റെ ആരൊക്കെയാണ് മാനേജ് ചെയ്യുന്ന കാര്യം പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 4 ഹോസ്പിറ്റലും പഠിക്കുക, 4 ഹോസ്പിറ്റലിനെ ആരൊക്കെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യവും പഠിച്ചിരിക്കുക. പബ്ലിക് ഹോസ്പിറ്റൽ അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്നറിയാം എന്താ പ്രൈവറ്റ് ഹോസ്പിറ്റല്? പ്രൈവറ്റ് ആണ് അല്ലെ, ഒരാളുടെ സ്വകാര്യതയിലുള്ളതാണ്, ഒരാളുടെ സ്വകാര്യത ഹോസ്പിറ്റലാണ്. നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞേ? ഒരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഗനൈസേഷന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അത് ഓരോരുത്തരുടെ ആയിരിക്കും അല്ലെ. അത് ഒരു ഹോസ്പിറ്റലിൽ ഒന്നല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ, ഒരു ട്രസ്റ്റിന്റെ കീഴിലുണ്ടാവും അല്ലെ. SNDP എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ട്രസ്റ്റിന് അവർക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാവും. മുസ്ലിംസിന്റെ ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയുടെ ഫലമായിട്ട് അതിനൊരു ഹോസ്പിറ്റൽ ഉണ്ടാവും ഇല്ലേ. അപ്പൊ അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓരോ വ്യക്തിക്ക് നടത്താം, NSS ഒക്കെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഹോസ്പിറ്റലിനെ പറയുന്ന പേരാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതിലെങ്ങനെയെന്ന് നോക്കാം. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ് എന്ന് വെച്ചാൽ എന്താ? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? സ്വകാര്യ വ്യക്തികളുടെ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ഉടമസ്ഥയിലുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതിന്റെ പ്രോഫിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് ആർക്കുള്ളതാ? ആ ഓരോരുത്തർക്കുള്ളത്. ആരാണോ ആ ഹോസ്പിറ്റലിന്റെ ഓണർ അവർക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മള് ലാഭത്തിനായിട്ടാണ് ഈ സ്വകാര്യ ഹോസ്പിറ്റൽ വരുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് കാശില്ലാത്തവർക്ക് പോയി സ്വകാര്യ ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റുമോ? ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിലും, ഒരു ചെറിയൊരു എക്സ്റേ എന്തെങ്കിലും എടുക്കണമെങ്കിലും കാശ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. അവർക്ക് നിർബന്ധമില്ല നമ്മൾ പോണെന്ന്. ബിസിനസ് ആണത്. ബിസിനസിന് വേണ്ടി, പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെ. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എത്ര വില കൊടുത്തായാലും, ലക്ഷങ്ങൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോകുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലുണ്ട്, ഇവിടെ നല്ല ഹോസ്പിറ്റലാണ്,
നല്ല സജ്ജീകരണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മള് വീട് വിറ്റിട്ടാണെങ്കിലും നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാ പോവാ അല്ലെ. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് കിട്ടണത് അതിന്റെ ആർക്കാണ്, ആ ഇൻഡിവിജ്വൽ ആണോ അതോ ഓർഗനൈസേഷൻ, അവർക്ക് രണ്ടുപേർക്ക് ആദ്യം കിട്ടുന്നത്. അതൊരു ബിസിനസ് പർപ്പസ് ആണ്. അവരത് എന്തിനു വേണ്ടിയിട്ടാ, ഒരു ബിസിനസ് പർപ്പസ്, അവർക്ക് അതിന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്, ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പങ്കാളിത്തത്തോടു കൂടി, ഒരു വ്യക്തിയുടെ ഒരു പങ്കാളിത്തത്തോടി ഒരു ഹോസ്പിറ്റലില് ഒരു വ്യക്തിയുടെയും പങ്കാളിത്തത്തോടും ഉള്ള ഹോസ്പിറ്റലാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട് നടത്തുന്നത്. ചിലപ്പോ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്താം, അല്ലെങ്കിൽ കുറച്ചു പേര് ഷെയർ ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് നടത്താം. അങ്ങനെ നടത്തുന്നതും അവർക്കും എന്താണിത്, ബിസിനസ് ആണ്, ബിസിനസ് പർപ്പസ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഓൺ ബൈ പ്രൈവറ്റ് കമ്പനി. ഓരോ കമ്പനിക്കാര്, പ്രൈവറ്റ് കമ്പനിക്കാര്, സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള, സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിൽ നടത്തുന്ന ഹോസ്പിറ്റലാണ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഓക്കെ, അവിടെ എന്ത് വേണം, ക്യാഷ് കൊടുക്കണം. ഇതിന്റെ ക്യാഷും ആർക്കെടുക്കും, ഈ പ്രൈവറ്റ് കമ്പനിക്കാരെടുക്കും. ആ പ്രൈവറ്റ് കമ്പനിക്കാരാണ് ഇതിന്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം. പിന്നെന്താ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഓൺ ബൈ NGO അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദാറ്റ് ഡു നോട്ട് ഹാവ് ബിസിനസ് എ പർപ്പസ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. അതെന്ന് വെച്ചാൽ എന്താ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാല് അവിടത്തെ പ്രോഫിറ്റ് ലാഭം ഇല്ലാതെ, അവർക്ക് പ്രോഫിറ്റ്, അവർ ലാഭം നോക്കണില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ ചെലവായതിന്റെ, ഇപ്പൊ അവിടെ ടെസ്റ്റ് ചെയ്യണമെങ്കിലും ആ ഒരു കറണ്ട് പോണം, അതിൻ്റെതായ ഇലക്ട്രിക് ചാർജ് ഉണ്ട്, പിന്നെ ആ ഒരു മെഷീൻ പ്രവർത്തിക്കണുണ്ട്, ആ മെഷീന്റെ ചാർജ് ഉണ്ട്, അതൊക്കെ അവരെടുക്കും. പക്ഷെ അവര് പ്രോഫിറ്റ് എടുക്കില്ല. അവർക്ക് ചെലവായത് ഒരു ചെറിയ തുക എടുത്തിട്ട് ഒരു ഹോസ്പിറ്റൽ നടക്കും, ചാരിറ്റബിൾ പോലെ, അല്ലെങ്കിൽ NGO എന്ന് പറയുന്നത് എന്താ, ലാഭമില്ലാതെ നടത്തുന്നതാണ് ഈ NGO ചാരിറ്റബിൾ എന്നൊക്കെ പറയുന്നത്. NGO എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ അതിലെന്താ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, അവര് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതും പറഞ്ഞിട്ട് കാശ് മേടിക്കാതിരിക്കോ, ഇല്ല. കുറച്ച് കാശ് അവർക്ക് ചെലവായ ഹോസ്പിറ്റലിൽ ഇടാന്, അതിന്റെ എക്യുപ്മെന്റ് മേടിക്കാന്, അവിടുത്തെ ഫെസിലിറ്റികൾ കൊണ്ടുവെക്കാനുള്ള ആ ഒരു ക്യാഷ് അവർ ചോദിക്കും. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ, അതിന്റെ ഉടമസ്ഥാവകാശം ആരാ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. എന്തെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തും, അവർക്ക്, അങ്ങനെയുള്ളവർക്കാണ്. ഇതിനവർക്ക് മെയിൻ ആയിട്ട് നോട്ട് ഹാവ് എ ബിസിനസ് പർപ്പസ് കണക്റ്റഡ്. ഇതില് അവർക്ക് അത് ബിസിനസിന്റെ ഒരു ലക്ഷ്യം മാത്രമല്ല, അതില്ല. അവർക്ക് ഇതിലെന്താ, അവർക്ക് സഹായം, അതൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അത് നടത്തുന്നത്. ഓക്കെ, പ്രൈവറ്റ് ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അതൊക്കെ ഒരാളുടെ ഓണർഷിപ്പിൽ വരുന്ന ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതൊന്നല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നതായിരിക്കും. പിന്നെന്താ, അതില് മെയിൻ ആയിട്ട് അവർ എന്താ ചെയ്യാ, ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവർക്ക് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്, അത് ഓർക്കാം. പിന്നെ ഇൻഡിവിജ്വല് ഒരു പാർട്ണർഷിപ്പ് ആയിട്ട് നമുക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങാം. അതുപോലെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അതും പ്രൈവറ്റ് കമ്പനി നടത്തുന്നതാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. വലിയ കാശ് ബിസിനസ് പോലെ ഭയങ്കര പ്രോഫിറ്റ് അല്ലെങ്കിലും അവർക്കും അതിൽ നിന്ന് ഒരു തുക കിട്ടും, ഇല്ലേ. പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതാണ് ഈ ചാരിറ്റബിളും NGO പോലുള്ള അവര് നടത്തുന്ന ഹോസ്പിറ്റലാണ്. അവര് പ്രോഫിറ്റ് വിചാരിക്കുന്നില്ല. സഹകരണ ഹോസ്പിറ്റൽ അവർക്ക് പ്രോഫിറ്റ് വേണ്ട, അവരൊരു എന്താ ചെയ്യണേ, ഒരു നല്ലൊരു സഹായം, ഒരു ഇത് ചെയ്യണാണ് നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, NGO ചാരിറ്റബിൾ ഒക്കെ ചെയ്യണത്. അവർ ബിസിനസിന് വേണ്ടി ചെയ്യണതല്ല. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യം പറയണത്. അപ്പൊ ഓക്കെ അല്ലേ, ഇത്രയും കാര്യം ആർക്കും ഓണർഷിപ്പ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ഓണർഷിപ്പിന് എന്ത് ചോദിച്ചാലും എല്ലാവർക്കും കിട്ടില്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, സ്പീഡൊന്നുമില്ലല്ലോ. സ്പീഡ് ഉണ്ടെങ്കിൽ അപ്പൊ പറയാ, സ്പീഡ് ഉണ്ടാ, സ്പീഡ് ഉണ്ടാ, ഇല്ല. ഓക്കെ ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് ടയേർഡാണ്, ഭയങ്കര കാലത്ത് എനിക്ക് തലവേദന ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഉണ്ടാകുമ്പോ പറയട്ടാ, സ്പീഡ് കൂടുമ്പോ അപ്പൊ മെസ്സേജ് ഇട്ടേക്കണം. നമുക്ക് വേറെ ഒക്കെ ലാസ്റ്റ് ചോദിക്കാം.
സ്പീഡിന്റെ കാര്യം നിങ്ങൾ അപ്പൊ പറഞ്ഞേക്കാം. പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചർ എടുത്തത് ഇത്തിരി സ്പീഡ് കൂടിപ്പോയി എന്ന് പറയുമ്പോ നമുക്കതൊരു വിഷമമാണ്. സ്പീഡുണ്ട്. ഓക്കെ, ബിപിന അനീഷ് സ്പീഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തിരി കൂടി കുറക്കണോ? ഓക്കെ, സിസ്റ്റം ഓഫ് മെഡിസിൻ നമുക്ക് നോക്കാം. ഓക്കെ, കുറയ്ക്കാം. ഓക്കെ, സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയണത് എന്താ? കുറക്കണ്ട. ഓക്കെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ ഔഷധ സമ്പ്രദായം, സിസ്റ്റം. ആ മെഡിസിന്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു? നമ്മുടെ മെഡിസിന്റെ ഒരു സിസ്റ്റം എന്താ നോക്കാം. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഹവർ ഇൻ ഇന്ത്യ ആയുർവേദ, ഹോമിയോപ്പതി and Unani are also acknowledged system of medicine and preferred by many people. എന്താ പറഞ്ഞേ? ഇൻ ദ മോഡേൺ വേൾഡ്, നമ്മുടെ ഈ ആധുനിക കാലത്ത് അല്ലെ, ആധുനിക കാലത്ത് ഇൻ ദ മോഡേൺ വേൾഡില് അലോപ്പതി എന്ന് പറയുന്നത് നമ്മളെന്താ ഈ അലോപ്പതി നമ്മളിപ്പോ അലോപ്പതി ഏതാ അലോപ്പതി? ഒരാളൊന്ന് കമന്റ് ചെയ്തേ, എന്താ അലോപ്പതി? ഇംഗ്ലീഷ് മരുന്ന്. നമ്മൾ കഴിക്കണ ആ ഇംഗ്ലീഷ് മരുന്ന് ഇപ്പൊ എല്ലാവരും അലോപ്പതി അല്ലെ. പക്ഷെ ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ, നമ്മൾ ഈ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ള കാലം മുതല് അന്ന് ഉപയോഗിച്ചിരുന്ന മെഡിസിൻ ഏതാ? ഇന്ത്യയില് കുറെയൊക്കെ ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി അങ്ങനത്തെ ഒക്കെ ഉള്ളതായിരുന്നു പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആധുനിക കാലത്ത് ഈ അലോപ്പതി ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ പണ്ട് സമയത്ത് ആയുഷ്. ഓക്കെ, പക്ഷെ ഒരു ചികിത്സ ഇന്ത്യയില് മുന്നേ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി എന്നിവ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലേ. ആയുർവേദ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കാം. ഇന്ത്യയില് ഉണ്ടായിരുന്നത് ആയുർവേദ, ഹോമിയോ, യുനാനി, പിന്നെന്താ അത്രയും കാര്യങ്ങള് നമ്മുടെ ഇന്ത്യയിൽ മുന്നിൽ നിലനിന്നിരുന്നു. ഒരുപാട് ജനങ്ങള് ഈ കാര്യങ്ങള് ഇവര് നമ്മുടെ ഈ ആയുർവേദവും ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള പ്രായമായവരൊക്കെ എന്താ അലോപ്പതി ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് ഇപ്പോഴാണ് വന്നത്. അപ്പൊ നമ്മുടെ മുൻപുള്ള നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരൊക്കെ ഇപ്പോഴും ആയുർവേദം കഴിക്കുന്നവരുണ്ടാവും ഇല്ലേ. അവർ ഇംഗ്ലീഷ് മരുന്ന് എന്തെടുത്താലും നമ്മളാണ് ഇപ്പൊ എന്ത് കഴിച്ചാലും പെട്ടെന്ന് ഇംഗ്ലീഷ്. ഒരു ചെറിയ ജലദോഷം വരുമ്പോഴത്തേനും നമ്മളൊരു പാരസിറ്റമോൾ എടുക്കും അല്ലെ. നമുക്ക് അപ്പോഴത്തെ ഒരു റിലീഫാണ് നമ്മൾ നോക്കണേ. നമ്മൾ എന്താ നോക്കാ? നമുക്ക് ആ സമയത്ത് ഒരു റിലീഫ് കിട്ടണം, അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ പണ്ട് ഇത് സ്ഥിരം തന്നെയായിരുന്നു. അന്ന് അവർക്ക് അലോപ്പതി ഇല്ല. പെട്ടെന്ന് എന്ത് വന്നാലും ഉപയോഗിക്കാനായിട്ട് ഈ ഇതില്ല. അപ്പൊ അന്നത്തെ ആ ഒരു അംഗീകൃത ചികിത്സാ സമ്പ്രദായമാണ് ഈ ആയുർവേദവും ഹോമിയോപ്പതി, യുനാനി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ depending upon their prominent system of medicine, hospital can be classified as homeopathy hospital. എന്നുവെച്ചാ നമ്മുടെ പ്രമുഖമായ ചികിത്സാ സമ്പ്രദായത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലില് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഡിപ്പെൻഡിങ് അപ്പോൺ പ്രൊമിനന്റ് സിസ്റ്റം, നമ്മുടെ മെഡിസിൻ മരുന്നുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അതിനെ ക്ലാസിഫൈ ചെയ്തത് മെയിൻ ആയിട്ട് ഹോമിയോപ്പതിയും ഈ ആയുർവേദവും യുനാനി. പറഞ്ഞത് തന്നെ പിന്നെയും പറയണത് മുൻകാലത്ത് ഡിപ്പെൻഡ് ചെയ്തത് ഇതിന് മൂന്നെണ്ണത്തിനെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തത്. അതാണ് പിന്നെയും ഇത് തന്നെ പറയണത് കേട്ടാ. പിന്നെന്താ പറഞ്ഞേ? Even though such a hospital are few in numbers, there are increasing interest of people in availing treatment of the system of medicine. Availing എന്ന് പറയുന്നത് എന്താ? പ്രയോജനപ്പെടുത്തുക. Availing എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക. കിട്ടാത്തവരെ അതിന്റെ അർത്ഥം എഴുതി വെച്ചോ കേട്ടാ. Availing എന്ന് വെച്ചാൽ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇതിലെന്താ പറഞ്ഞേ? നമ്മുടെ ആയുർവേദം പണ്ടത്തെ കാലത്തും ഡിപ്പെൻഡ് ചെയ്തത് ഹോമിയോയും ആയുർവേദവും യുനാനിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റലില് എണ്ണത്തിൽ കുറവാണെങ്കിലും ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് അവൈലിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ദി സിസ്റ്റം ഓഫ് മെഡിസിൻ, പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് അന്നത്തെ കാലത്ത് ജനങ്ങൾ അത് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയണത്. ഓക്കെ, അപ്പൊ ഇതിലൊന്നും പറയണില്ല. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയണത് നമ്മുടെ എന്താ ഒരു മെഡിസിന്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്. അപ്പൊ മോഡേൺ വേൾഡിൽ അലോപ്പതിയാണ്.
അല്ലെ? നമുക്കറിയാം മോഡേൺ വേൾഡിൽ അലോപ്പതിയാണ്. പക്ഷെ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് മെഡിസിൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് ആയുർവേദം, ഹോമിയോ, യുനാനിയോ ആണ്. പക്ഷെ ഇത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ പെർമനന്റ് സിസ്റ്റം, അവര് ഈ മെഡിസിന് ഹോമിയോ, ആയുർവേദം, യുനാനിയും മറ്റ് എല്ലാത്തിനും അതിനെ ആശ്രയിച്ചിരുന്ന ആ സമയത്ത് അതിനുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെ? ഇപ്പൊ ഹോമിയോ ഇന്ത്യൻ ഒറിജിൻ ആണോ മാം? ഹോമിയോ ഇന്ത്യൻ ഒറിജിൻ ആണോ? ഹോമിയോ കേട്ടിട്ടില്ലേ? ഹോമിയോ ഒറിജിൻ ആണോ എന്ന് വെച്ചാൽ ഹോമിയോപ്പതിയില് ഹോമിയോ മരുന്ന് കാണില്ല നമ്മുടെ അടുത്തൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ഡിസ്പെൻസറി ഒക്കെ, ഹോമിയോയുടെ പഞ്ചായത്ത് ഹോമിയോ ഉണ്ടല്ലോ. ഇതില് മെയിൻ പോയിന്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അവൈലിംഗ് മീൻസ് എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തുക. ഇതില് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ മാത്രം മതി. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആ മരുന്നിന്റെ സിസ്റ്റം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ പണ്ടത്തെ കാലത്ത് അലോപ്പതി ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് ഇന്ത്യയില് ആയുർവേദം, ഹോമിയോ, യുനാനി മൂന്നും മെയിൻ ആയിട്ട് ഓർത്തിരിക്കാൻ അണ്ടർലൈൻ ചെയ്യാം. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ആയുർവേദവും യുനാനിയും ഹോമിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. അവരുടെ പ്രമുഖ ചികിത്സാ സമ്പ്രദായത്തെ നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലും ആയുർവേദ ഹോസ്പിറ്റലും യുനാനി ഹോസ്പിറ്റലായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, യുനാനി ഹോസ്പിറ്റൽ ഇപ്പില്ല. അതൊക്കെ പതുക്കെ പോവേണം. പണ്ട് യുനാനി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ പറഞ്ഞത് യുനാനി ഹോസ്പിറ്റലിന്. ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ട് ഇല്ലേ? നമ്മുടെ മുന്നുള്ളവരൊക്കെ കാലുവേദനയൊക്കെ തിരുമ്പാനും പിന്നെ അവർക്ക് കിഴി പിടിക്കാനൊക്കെ ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ പോവാം. ഹോമിയോപ്പതി ഹോസ്പിറ്റലും ഉണ്ട് ഇപ്പോഴും, അതും നിലനിന്ന് പോയിട്ടില്ല. യൂറോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നു, യൂറോപ്പ് ഓൾസോ. അതറിയില്ല, നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് ഈ പറയണത്. പിന്നെ സച്ച് ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലൊക്കെ ഫ്യൂയിങ് നമ്പേഴ്സ്, കുറച്ച് നമ്പർ ആൾക്കാർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇപ്പോഴും അത് അവിടെ ഉണ്ട്. യുനാനി ഹോസ്പിറ്റലൊക്കെ ഉണ്ടോന്നും കൂടി അറിയില്ല. യുനാനി ഹോസ്പിറ്റലൊക്കെ മലപ്പുറത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതൊന്നും കൂടി അറിയില്ല. പക്ഷെ ഇന്ത്യയിൽ പണ്ട് നിലനിന്ന കാര്യമാണ് പറയണത്. പക്ഷെ ഇപ്പൊ അവിടെ എന്താ, ആ ഹോസ്പിറ്റല് അവിടെ ഉണ്ടെങ്കിലും അതിലെ ആളുകള് ട്രീറ്റ്മെന്റിന് പോണ ആളുകള് എണ്ണത്തിന് കുറവാണ്. അതാണ് അതാണ് ഇവിടെ പറഞ്ഞത്, എണ്ണത്തിന് കുറവാണ്. ഈ ചികിത്സാ സമ്പ്രദായം ആളുകൾ പരമാവധി ഇപ്പൊ ആയുർവേദം ഉണ്ടെങ്കിലും ഹോമിയോ ഉണ്ടെങ്കിലും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് അവൈലിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ദി സിസ്റ്റം, അതാണ് പറഞ്ഞത്. പരമാവധി ആ ട്രീറ്റ്മെന്റ് പ്രയോജനപ്പെടുത്താനായിട്ട് ജനങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ഒന്നും അത്ര ഇല്ല. നെക്സ്റ്റ് 6th പോയിന്റ് ആണ് ലെങ്ത് ഓഫ് സ്റ്റേ. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് വെച്ചാൽ എന്താ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് വെച്ചാൽ നമ്മള് താമസ സൗകര്യം, നമ്മള് ഹോസ്പിറ്റലിൽ താമസിക്കുന്നതിന്റെ സൗകര്യം, എത്ര നാള് താമസിക്കാം, എങ്ങനെയാണ്, അതിന്റെ പീരീഡ് എന്താണ്, അതിന്റെ ഡേയ്സ് എത്രയെന്നുള്ള കാര്യങ്ങളാണ് പറയണത് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് വെച്ചാല് താമസത്തിന്റെ സൗകര്യം. നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് length of stay generally needed for a patient in a hospital can be classified as long stay hospital and short stay hospital. നമ്മള് ഒരു ഹോസ്പിറ്റലില് രോഗിക്ക് സാധാരണയായിട്ട് ആവശ്യമുള്ള ആ ഒരു സ്റ്റേ താമസത്തിന്റെ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തില് പേഷ്യന്റിനെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കാം, രണ്ടായിട്ട് തരംതിരിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ജനറലി നീഡഡ് ഫോർ എ പേഷ്യന്റ് ഇൻ ഹോസ്പിറ്റൽ. പേഷ്യന്റിന്റെ ആ ഒരു രോഗിക്ക്, ഹോസ്പിറ്റലിലുള്ള ആ രോഗിക്ക് സാധാരണയായിട്ട് എത്ര നാൾ ആവശ്യമുണ്ട്. ചിലർക്ക് ലോങ് ടൈം വേണ്ടി വരും, ചില പേഷ്യന്റിന് ഷോർട്ട് ടൈം മതി. അപ്പൊ അതിന്റെ ഒരു സ്റ്റേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് തരത്തിലാണ്, ഒന്ന് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും ലോങ് സ്റ്റേ ഹോസ്പിറ്റലും. നമുക്ക് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ നോക്കാം. പേഷ്യന്റ് ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആർ റിക്വയർഡ് ടു ബി admitted for a relatively shorter period such as 1 or 2 days up to 20 days. Most hospitals that we seen in our locality are short stay hospital. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? ഏറ്റവും കുറഞ്ഞ കാലം, ഹ്രസ്വകാലം, കുറച്ചു കാലം താമസിക്കുന്ന ഹോസ്പിറ്റലാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ രോഗികളെ കുറഞ്ഞ കാലയളവിൽ പ്രവേശിപ്പിക്കാം. നമുക്ക്
ഒരു 20 ദിവസം വരെ മാക്സിമം പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ഒരു ദിവസം താമസിപ്പിക്കാം, അല്ലെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ 20 ദിവസം വരെ. അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാം. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിന്റെ പീരീഡ് ഏത് പീരീഡാ? 1 or 2 days up to 20 days. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? നമ്മുടെ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലില് രോഗികളെ കുറഞ്ഞ കാലയളവിലാണ് കിടത്തണത്, സ്റ്റേ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ളത് 20 വരെ നമുക്കാവാം, മാക്സിമം 20, അതിൽ കൂടരുത്. ഓക്കെ, പിന്നെന്താ? മോസ്റ്റ് ഹോസ്പിറ്റൽ ദാറ്റ് ബി അവർ ലൊക്കാലിറ്റി. നമ്മുടെ വീടിന്റെ അരിയത്ത്, നമ്മുടെ ലൊക്കാലിറ്റിയില് മെയിൻ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ ഏതാ? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അതും അണ്ടർലൈൻ ചെയ്യാം. മോസ്റ്റ് ഹോസ്പിറ്റൽ, ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ കാണുന്നത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലാണ് അല്ലേ? അപ്പൊ അതും അണ്ടർലൈൻ ചെയ്യാം. നമ്മള് 20 ദിവസത്തിൽ കൂടുതലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കോ? ഏകദേശം ഒരു മാക്സിമം 20 ദിവസം. വല്ല ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കിനൊക്കെ ഒരു 2 വീക്ക് ഒക്കെ ആന്റിബയോട്ടിക്കിന് ഉണ്ടാവും അല്ലെ? അപ്പൊ 14 ദിവസം അവർക്ക് ആന്റിബയോട്ടിക് പോകണം എന്നതിന് ചിലപ്പോ 20 ദിവസമൊക്കെ കിടക്കേണ്ടി വരും. അതിൽ കൂടുതൽ കിടക്കണത് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, നെക്സ്റ്റ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ അതെന്താന്ന് നോക്കാം. ദീസ് ഹോസ്പിറ്റൽ ഓഫർ can that generally requires its patient to stay for long term, such as months or years in the hospital. അതെന്താ പറഞ്ഞേ? ഈ ഹോസ്പിറ്റലില് സാധാരണയായി ഒരു പേഷ്യന്റിന് മാസങ്ങളോ വർഷങ്ങളോ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നാൽ അതാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായ? മറ്റത് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 20 ദിവസം വരെ, അതിൽ കൂടാൻ പറ്റില്ല. പക്ഷെ ലോങ് സ്റ്റേ എന്ന് പറയുന്നത് എന്താ? 1 മാസം അല്ലെങ്കിൽ 1 വർഷം, അത്രയും കാലയളവിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ആ ഒരു ഹോസ്പിറ്റലില് ആവശ്യമായിട്ട് വരും പേഷ്യന്റിന്. അപ്പൊ നമ്മൾ അവിടെ ഒരു കെയർ കൊടുക്കും. അതാണ് ഓഫർ കെയർ എന്ന് പറയുന്നത്. ആ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് എന്താ? Typically such hospitals will be mental hospital. എക്സാമ്പിൾ പറയുന്നതാണ്, അണ്ടർലൈൻ ചെയ്യാം. ലോങ് സ്റ്റേ ഹോസ്പിറ്റലിനേതാ? മെന്റൽ ഹോസ്പിറ്റൽ. പിന്നേതാ? റീഹാബിലിറ്റേഷൻ. പിന്നെന്താ? ജെറിയാട്രിക് കെയർ സെന്റർ. പിന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. Due to long-term residential needs, these hospitals are built in such manner that gives it a feel of a home-like environment rather than a hospital. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അവര് അല്ലേ? അപ്പൊ ഏതൊക്കെ ഹോസ്പിറ്റലാ പറഞ്ഞേക്കണേ? 20 ദിവസത്തിൽ കൂടുതൽ വന്ന ഷോർട്ട് ടൈം ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധമായും ലോങ് ടൈം ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ലോങ് ടൈം സ്റ്റേ ഹോസ്പിറ്റല് നമ്മുടെ അവിടെ എവിടെയായിരിക്കും? കുറെ നമ്മുടെ തൊട്ടടുത്തേക്ക് ഉണ്ടാവും. മെന്റൽ ഹോസ്പിറ്റലൊക്കെ എവിടെ ഉണ്ടാവും? മെന്റൽ ഹോസ്പിറ്റലൊക്കെ അതൊക്കെ ഒരു ചിലപ്പോ കുറച്ചൊക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവണമെന്നില്ല അല്ലെ? നമ്മുടെ വീടിന് ചുറ്റും. അതാണ് പറഞ്ഞത്. ഷോർട്ട് സ്റ്റേയിൽ പറഞ്ഞു മോസ്റ്റ് ഹോസ്പിറ്റൽ വി ക്യാൻ സി അവർ ലൊക്കാലിറ്റി. നമ്മുടെ ആ ഒരു ഏരിയയില് നമുക്കൊരു ആ ഒരു ലൊക്കാലിറ്റിയിൽ മെയിൻ ആയിട്ട് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആയിരിക്കും. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ അപ്പൊ അവിടെ ആയിരിക്കും. അത് കുറെ എവിടെയെങ്കിലൊക്കെ 2-3 സ്ഥലത്ത് ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? പിന്നെന്തൊക്കെ ഹോസ്പിറ്റലാ പറഞ്ഞേ? മറ്റേ നമ്മൾ പറഞ്ഞു. പിന്നെ റീഹാബിലിറ്റേഷൻ ഉണ്ടാവും. റീഹാബിലിറ്റേഷൻ പുനരുജ്ജീവന ഹോസ്പിറ്റൽ സെന്റർ അല്ലെ? പിന്നെ മറ്റേതെന്താ പറഞ്ഞേ? പുനരധിവാസം. അങ്ങനെ അതൊക്കെ ഒരുപാട് നാൾ കിടക്കാം. നമുക്ക് അതൊക്കെ ഒരുപാട് നാള് കിടക്കാം. പിന്നെന്താ പറഞ്ഞേ? പിന്നെ പറഞ്ഞത് ജിറിയാട്രിക് കെയർ സെന്റർ. അതെന്താ? വയോജനം, അതന്നെ വയോജന ഹോസ്പിറ്റല്. വയസ്സായവർക്കൊക്കെ കെയർ കൊടുക്കാനായിട്ട് അവർക്ക് ചിലപ്പോ
എന്താ വയോജനങ്ങൾ നമ്മള് ഒരു കെയർ കണ്ടിട്ടുണ്ട്. ആരുമില്ലാത്തവര്, വയസ്സായവരൊക്കെ നോക്കാനൊന്നും ഇല്ലാത്തവര്, അവർക്ക് വേണ്ടി മാത്രം അവര് എന്തോരം നാള് വേണമെങ്കിലും അവിടെ ലോങ് ടൈം പീരീഡ് ആണ് അല്ലെ. 2 ദിവസത്തിനാ 20 ദിവസത്തിനാണോ അവിടെ പേഷ്യന്റ് അവര് കിടക്കുന്നത്? അല്ല, അവരാരുമില്ല. വയോജനങ്ങൾ, വയസ്സായവരാണ്. ചിലപ്പോ വയസ്സായവർക്ക് കുറേ നാള് വേണമെങ്കിലും അവിടെ കിടക്കാം. അവര് മരിക്കണവരെയും അങ്ങനെ കിടക്കാം. പിന്നെ പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ എന്താ? അതും ഇതുപോലെ തണലിലുള്ള ആ ഒരു നമ്മുടെ അടുത്തേക്ക് ഉണ്ടാവും. കിടപ്പ് രോഗികളാണ് പാലിയേറ്റീവ് കെയർ. തീരെ പാടില്ലാത്തവര്, കിടപ്പ് രോഗികള്, അവർക്ക് വീട്ടിലൊക്കെ വന്ന് ചില പാലിയേറ്റീവ് കെയർ ആയി നോക്കും ഇല്ലേ. ചിലവര് തീരെ പാടില്ലാത്തവർ അവിടെ കൊണ്ടുവന്ന് നോക്കണവരുണ്ട്. അതൊക്കെ ഒരു സേവനമാണ് കൂടുതലും അല്ലെ. അപ്പൊ അങ്ങനത്തെ നിങ്ങൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടെ. ലോങ് സ്റ്റേയുടെ എക്സാമ്പിൾ ചോദിക്കും. ലോങ് സ്റ്റേയില് ഏതൊക്കെയാണ് എക്സാമ്പിൾ ചോദിക്കും. ഇതിൽ 4 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ലോങ് ടേമിന്റെ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. 1 വർഷം അല്ലെങ്കിൽ 1 മാസം. ഓക്കെ. 20 ദിവസം മാത്രമേ ഷോർട്ട് ടേമിൽ വരുള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ളത്, നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളത് ഷോർട്ട് സ്റ്റേ ആണ്. ഓക്കെ. ലോങ് സ്റ്റേ എന്ന് പറയുന്ന കാര്യങ്ങൾ മെന്റലും റിഹാബിലിറ്റേഷനും പിന്നെന്താ ജെറിയാട്രിക്കും കെയറും പിന്നെ പാലിയേറ്റീവ് കെയർ ഒക്കെ ഓർത്ത് വെക്കാം. അതൊക്കെ ഓർമ്മ വരും. അതൊക്കെ ആണ് ലോങ് സ്റ്റേ എന്ന് പറയുന്നത്. പിന്നെ ദീസ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് സച്ച് മാനർ ദാറ്റ് ഗിവ്സ് ഫ്രീ ഹോം ലൈക്ക് എൻവയോൺമെന്റ് റാദർ ദാൻ ഹോസ്പിറ്റൽ. ഇവർക്ക് എങ്ങനെയായിരിക്കും? വീട് പോലെ ആയിരിക്കും. അത്രയും നാളെ ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോൾ ഹോം ലൈക്ക് എൻവയോൺമെന്റ്. അവര് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദീർഘകാലമാണ് അവരവിടെ താമസിക്കണേ. ലോങ് ടൈം ആണ് അവർ താമസിക്കണേ. അപ്പൊ അവിടെ അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോൾ അവർക്ക് ആ ഒരു ക്ലൈമറ്റ്, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്തുപോലെ ആയിരിക്കും? നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലെ. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2 ദിവസം നമ്മൾ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോരെയാണ്. നമ്മൾക്ക് പിന്നെ അത് ഹോസ്പിറ്റൽ അതല്ല, അവിടെ താമസിച്ചു കുറേ മാസങ്ങളോളം താമസിച്ച് നമ്മുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ വേറെത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ എന്താ? നമ്മൾ ഇവിടെ പേര് പിടിച്ചു, നമുക്ക് ഇവിടെ ഒരു ഇഷ്ടമായി വന്നു അല്ലെ. നമ്മള് ഇഷ്ടത്തിൽ ഇവിടെ ഇത്രയും നാള് താമസിച്ചു, അതിന്റെ ആ ഒരു ഇഷ്ടം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പറിച്ചു തരാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. അവിടെ ഫീൽ അറ്റ് ഹോം. നമ്മുടെ വീടിന്റെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക്. ലൈക്ക് എൻവയോൺമെന്റ് റാദർ ദാൻ ഹോസ്പിറ്റൽ. ഓക്കെ. ഹോം ഫീലൊക്കെ കിട്ടും നമുക്ക്. നമ്മുടെ ഒരു ഇത് ആ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ കിട്ടും. ആ സ്ഥാനത്ത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ കിട്ടില്ല. ഒരു 20 ദിവസം താമസിക്കുമ്പോൾ നമുക്ക് ഒരു വീടിന്റെ ഫീലിംഗ് വരില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞു. ഇനി അബ്രിവേഷൻ ആണ്. അബ്രിവേഷൻ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു അബ്രിവേഷൻ പോലും ഇല്ലാതെ ഇരുന്നിട്ടില്ല. എല്ലാ അബ്രിവേഷനും കറക്റ്റ് പഠിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇത്രയും മാച്ചുള്ള ഇതേപോലത്തെ അബ്രിവേഷൻ തന്നിട്ട് ഇതിൽ മാച്ച്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്താ? PHC, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ എന്ന് വെച്ചാൽ എന്താ? പ്രാഥമികാരോഗ്യ കേന്ദ്രം അല്ലെ. ഈ PHC തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിന് പകരം വേറെ ഇതിന് സൂട്ടബിൾ ആയ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരുമോ നമ്മൾ ആദ്യം വിചാരിക്കും അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോ കറക്റ്റ് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ അപ്ലിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഫസ്റ്റ് വൺ എന്താ? PHC എന്താ? പബ്ലിക് ഹെൽത്ത്, പബ്ലിക് അല്ല പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. പബ്ലിക് അല്ല പ്രൈമറി. ഓക്കെ. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. നെക്സ്റ്റ് FHC, ഫാമിലി ഹെൽത്ത് സെന്റർ. ഫാമിലി ഹെൽത്ത് സെന്റർ. ശ്രദ്ധിക്കാം, ഫാമിലി ഹെൽത്ത് കെയർ എന്ന് തരും. ഓക്കെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി FHC ഫാമിലി ഹെൽത്ത് കെയർ എന്ന് തരും. അപ്പോള് സെന്റർ ആണ്, കെയറിന്റെ അല്ല. ഒരു പോയിന്റ്, ഒരു ചെറിയ തെറ്റിന് നമുക്കൊരു മാർക്ക് പോകും. അപ്പൊ അതൊക്കെ ഓർക്കാം. FHC ഫാമിലി ഹെൽത്ത് സെന്റർ ആണ്. മറ്റോടത്തെ ഹെൽത്ത് കെയർ വന്നു PHCയില് ഇല്ലേ. അതാ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ CPHC എന്താ? കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ എന്താ? സാധാരണ പ്രാഥമികാരോഗ്യ സംരക്ഷണം, സമഗ്ര പ്രാഥമികാരോഗ്യ സംരക്ഷണം എന്നാ പറയുന്നത് PHCയിലും സെന്റർ അല്ലേ. PHCയിലും സെന്റർ ഉണ്ട്, ഹെൽത്ത് കെയറും ഉണ്ട്. പക്ഷെ PHCയില് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ എന്നാ പറഞ്ഞേക്കണേ. FHCയില് ഹെൽത്ത് കെയർ സെന്റർ എന്നില്ല, ഹെൽത്ത് സെന്റർ എന്നുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ കറക്റ്റ് നോക്കി പഠിക്കാം. ചിലപ്പോ സെന്ററിന് തരില്ല, ഹെൽത്ത് കെയറിന് മാത്രം തരും. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. ഹെൽത്ത് കെയറിന് വന്നാൽ കറക്റ്റ് ആവോ?
മീനിങ് കറക്റ്റ് ആവണില്ല. ഒരു സെന്ററിന് അവിടെ ഇമ്പോർട്ടന്റ് ഉണ്ട്, അത് നോക്കണം. പിന്നെ CFHC എന്ന് പറയണതും എന്താ, കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. നമ്മൾ അതിൽ തന്നേക്കണ പോലെ തന്നെ പഠിക്കാം. കാരണം ഒരുപാട് അബ്രിവേഷൻസ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ട്. നിങ്ങൾ പിന്നീട് പഠിക്കുന്നതനുസരിച്ച് വരും അബ്രിവേഷൻസ് ഒക്കെ ഒരേപോലെ ആയിരിക്കും, ഏകദേശം ഒരുമിച്ച് പോലെ ആയിരിക്കും തോന്നാം. കെയർ ആയാലും സെന്റർ ആയാലും അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കാം, കെയർ തന്നോടത്ത് കെയർ മാത്രം എഴുതാം, സെന്റർ തന്നോടത്ത് സെന്റർ എഴുതാം. CPHC കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. പിന്നെന്താ SWAAJ, എന്താ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. എന്താ എയർവേ രോഗങ്ങളിലേക്കുള്ള ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഒരു അപ്രോച്ച്, സ്റ്റെപ്പ് ആയിട്ട്. എയർവേ ഡിസീസ് എന്ന് പറയുന്നത് എന്താ, എയർവേ ഡിസീസ് നമുക്ക് എന്തെങ്കിലും ശ്വാസം മുട്ട് വരുന്നേ, പിന്നെ വോയിസ് ബോക്സിൽ നമ്മുടെ അതോ ടെസ്റ്റ് ഉണ്ടോ മാം? 1 ഫൈനൽ എക്സാം മാത്രമുള്ളൂ അതോ ടെസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്നില്ലേ? മോക്ക് ടെസ്റ്റ് തരും നിങ്ങൾക്ക്. ഇപ്പൊ ഈ ചാപ്റ്റർ തീർന്ന് ഒരേ ടോപ്പിക് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ, പിറ്റേ ദിവസം 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ടെസ്റ്റിന് മാത്രമേ വരുള്ളൂ, ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഒന്നും വരില്ല. ഈ പറയണ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ അബ്രിവേഷൻസ് ഒക്കെ നന്നായി പഠിക്കാം. ഉള്ളിൽ നിന്ന് വരില്ല, ഉള്ളിൽ നിന്നേ വരുള്ളൂ, പുറത്തുനിന്ന് വരില്ല. പിന്നെ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എയർവേ ഡിസീസ്, നമ്മുടെ ശ്വാസമുട്ട്, വോയിസ് ബോക്സിൽ കംപ്ലൈന്റ് വരാം, നമ്മുടെ ലാരിങ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വരുമ്പോൾ അതിന്റെ ആ ഒരു സ്റ്റെപ്പ് ആയിട്ട്, അതിന്റെ തുടർച്ചയായിട്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഒരു സമീപനം, അതിലൊരു അപ്രോച്ചാണ് SWAAJ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ COPD എന്താ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് എന്താ, വിട്ടുമാറാത്ത, ഒരിക്കലും നമ്മൾ ഇടയ്ക്കിടക്ക് വരും, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പൾമിനറി ഡിസീസ്, ശ്വാസകോശ രോഗങ്ങൾ. വിട്ടുമാറുന്നില്ല, ഇടക്കിടക്കിടക്ക് നമുക്ക് ഭയങ്കര ലങ്സിന്, പൾമിനറി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ശ്വാസമായിട്ട് ബന്ധപ്പെട്ട ലങ്സിന്റെ. അപ്പൊ ആ ഒരു പൾമിനറി ഇല്ല, അവിടെ ഇടക്കിടക്ക് ബുദ്ധിമുട്ട് വരും. അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നെക്സ്റ്റ് ASHA എന്താ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് വെച്ചാല് നമ്മുടെ അക്രഡിറ്റഡ്, നമ്മൾക്ക് സോഷ്യൽ ഹെൽത്ത്, ഇപ്പൊ സാമൂഹ്യപരമായിട്ട് ആരോഗ്യപരമായിട്ടൊക്കെ നമ്മുടെ പുറത്ത് കുറെ ഹെൽത്ത് സംബന്ധമായിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പാലിയേറ്റീവ് എന്നൊക്കെ പറയുന്നത് എന്താ, അതൊക്കെ ഒരു സോഷ്യൽ ഹെൽത്ത് ഇതാണ് പാലിയേറ്റീവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, ആശ, ASHA, ആശാ വർക്കർ നമ്മൾ കേട്ടിട്ടില്ലേ? ആശാ വർക്കർ, ഓക്കെ, അത് തന്നെയാണ് ആശാ വർക്കർ എന്ന് പറയുന്നതാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ആശാ വർക്കേഴ്സ് എന്താ, ഇങ്ങനെ നടക്കണം, സോഷ്യൽ വർക്കിൽ നടക്കണല്ലേ, അതാണ്. പിന്നെ AWW, അത് മിക്ക ഇതിലുണ്ട്, അംഗൻവാടി വർക്കർ. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. AWW വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ പെട്ടെന്ന് അംഗൻവാടി വർക്കർ ഓർക്കൂല, അംഗൻവാടി വർക്കർ, വാടിയുടെ ആ W എന്നേക്കണേ. ഓക്കെ, WHSNC എന്താ, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മുടെ ഓരോ വാർഡില് ആരോഗ്യമായിട്ട് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടത് ഇല്ലേ? ഓരോ വാർഡ് ശുചിത്വങ്ങൾ ക്ലീൻ ചെയ്യരുത്. നമ്മള് ഒക്ടോബർ 2 നമ്മൾ ഒരുവിധ പരിസ്ഥിതികള്, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യില്ലേ? അപ്പൊ സാനിറ്റേഷൻ, ശുചിത്വം, ന്യൂട്രീഷനായ അതിന്റെ ഒരു കമ്മിറ്റി, അതാണ് WHSNC. അപ്പൊ ഇങ്ങനെ പഠിക്കുക. NC എന്താ, ന്യൂട്രീഷൻ കമ്മിറ്റി. W വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കുറിച്ച് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഓക്കെ, ഇനി ചോദിച്ചോ. ഇനി നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാ നിങ്ങൾക്ക്? ഈ എടുത്തതില് എന്തെങ്കിലും, ഞാൻ മൈക്ക് ഓൺ ആക്കാം. ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു.
മിസ്സേ കേക്കാവോ? മിസ്സേ മുനിസിപ്പൽ ഹോസ്പിറ്റലിന്റെ ആ PSUയുടെ ആ ഭാഗം ഒന്ന് കാണിക്കുവോ ആ ടെക്സ്റ്റില്? കേക്കാവോ? ഓക്കെ. അതെ സാർ കട്ടായി പോയി. ചോദിച്ചോ. മിസ്സേ മുനിസിപ്പൽ ഹോസ്പിറ്റലിന്റെ ആ ഭാഗം ഒന്ന് കാണിക്കുവോ? മുനിസിപ്പൽ ഹോസ്പിറ്റൽ ചോദിച്ചോ, കേൾക്കണില്ല. എന്താ മുനിസിപ്പൽ ചോദിച്ചേ? എന്താ കൃഷ്ണ ചോദിച്ചേ? മുനിസിപ്പൽ ഹോസ്പിറ്റലിന്റെ ആ ടെക്സ്റ്റിലെ ആ ഭാഗം ഒന്ന് കാണിക്കുവോ? അത് കുറച്ച് നോട്ട്സ് വിട്ടുപോയായിരുന്നു. ഏതാ മുനിസിപ്പൽ അബ്രിവേഷന്റെ മീനിങ്? അബ്രിവേഷൻ എന്ന് വെച്ചാൽ ചുരുക്കെഴുത്ത്. അബ്രിവേഷൻ അല്ല, പബ്ലിക് ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നില്ലേ? അതിലെ മുനിസിപ്പൽ ഹോസ്പിറ്റല്, അത് ജില്ലാ ഭരണകൂടം നിയന്ത്രിക്കുന്ന ഹോസ്പിറ്റലാണ് മുനിസിപ്പൽ ഹോസ്പിറ്റല്. നമ്മുടെ ജില്ലകളില്, നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലില്ലേ, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റില് ഒരു ജില്ല, അത് നിയന്ത്രിക്കുന്ന ഹോസ്പിറ്റല് മുനിസിപ്പൽ ഹോസ്പിറ്റല്. അതുപോലെ തൃശ്ശൂർ ആണെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. അതാണ് ഓരോ ജില്ലകളിലും ഒരു മുനിസിപ്പൽ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അത് ജില്ലാ ഭരണകൂടമാണ് അതിനെ കൺട്രോൾ ചെയ്യണത്. ഓക്കെ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലും അത് തന്നെയല്ലേ വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിൽ മാനേജ് ചെയ്യണത് നമ്മുടെ സ്റ്റേറ്റ്, കേരള, അത് മൊത്തം ഗവൺമെന്റ്. ഇത് ഡിസ്ട്രിക്ട് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോ 14 ജില്ലകളും കൂടി ചേർന്ന ആ ഒരു സ്റ്റേറ്റ്, അതിന്റെ ഒരു ഇതല്ലേ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ശരിക്കും മൊത്തം ഭരിക്കുന്നത് ആരെയായിരിക്കും? 14 ജില്ലകളെയും കൂടി ഭരിക്കില്ലേ? ഇല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ശരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും. ആ സ്ഥാനത്ത് മുനിസിപ്പൽ ഹോസ്പിറ്റലിന് ആ ഡിസ്ട്രിക്റ്റിലെ മാത്രം ഭരിച്ചാൽ മതി. അവരാണ് ഭരിക്കുന്നത്, ആ ഡിസ്ട്രിക്ട് ആണ് ഭരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ജില്ലയിലെ ഒരു ഹോസ്പിറ്റൽ ഭരിച്ചാൽ മതി. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്ന് പറയുമ്പോൾ അവർക്ക് ആ 14 ജില്ലയും കൂടി ഉള്ള ഒരു ഈ കീഴിൽ വരുന്ന ഹോസ്പിറ്റലിനെ ആ ഗവൺമെന്റ് മൊത്തം കൺട്രോൾ ചെയ്യണം. മനസ്സിലായ? അത് സ്റ്റേറ്റിന്റെ അണ്ടർ അല്ലേ വരുന്നത്? സ്റ്റേറ്റിന്റെ അണ്ടറിൽ നമ്മുടെ കേരളത്തിൽ വരുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. കേരളത്തിൽ വരുന്ന ഹോസ്പിറ്റലാണ് അതിന്റെ കൺട്രോൾ ചെയ്യണതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹോസ്പിറ്റല് സംസ്ഥാന സർക്കാർ കൺട്രോൾ ചെയ്യണം. മുനിസിപ്പൽ ഹോസ്പിറ്റൽ മ്യൂണിസിപ്പലും സ്റ്റേറ്റിന്റെ അണ്ടർ അല്ലേ വരുന്നത്? മുനിസിപ്പൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിലുള്ളത്. മുനിസിപ്പൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിലുള്ളത്. ഓക്കെ. നമ്മുടെ ഒരു ജില്ലകളിൽ 14 ജില്ലകളിൽ 14 മുനിസിപ്പൽ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അത് എല്ലാരും നമ്മളുടെ കൺട്രോൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് എല്ലാരും കൺട്രോൾ ചെയ്യണത്. പക്ഷെ നേരിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യില്ല. ഡിസ്ട്രിക്റ്റിലുള്ളതിനെ മുനിസിപ്പൽ ഉള്ളതിനെ ഡിസ്ട്രിക്റ്റിലേക്ക് അവിടെ ആരെങ്കിലും അതോറിറ്റിയിൽ ചേർന്നിട്ടുണ്ടാവും. ഡിസ്ട്രിക്റ്റില് അത് ഭരിക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള ആ ഒരു ഇതാണ് ജില്ലാ ആശുപത്രി പോലെയുള്ള ഹോസ്പിറ്റലില് സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യണ വലിയ ഗവൺമെന്റിന്റെ മാത്രം, ഫുള്ള് ഗവൺമെന്റിന്റെ മാത്രം ഹോസ്പിറ്റൽ ഉണ്ടാവും. മനസ്സിലായ? അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരിക്കുന്നത്. നിങ്ങൾ ഇതിലൊന്നും നോക്കണ്ട, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്റ്റേറ്റ് ഗവൺമെന്റില് കൺട്രോൾ ചെയ്യണത് സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്. മുനിസിപ്പൽ ഹോസ്പിറ്റല് മാനേജ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട്. അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ. കൃഷ്ണ പോയാ? PSU കൺട്രോൾ ചെയ്യുന്നത് പബ്ലിക് സെക്ടർ. PSU കൺട്രോൾ ചെയ്യണത് നമ്മുടെ PSU ലൈക്ക് റെയിൽവേ പോലത്തെ, റെയിൽവേ അതും ഗവൺമെന്റിന്റെ അധീനത്തിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതാണ് ഈ റെയിൽവേ, കോൾ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ലിമിറ്റഡ് കമ്പനികൾ. പക്ഷെ അവർ കൺട്രോൾ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് PSU എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ, അവരുടെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ. അവരുടെ എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ ഇവിടെ ട്രീറ്റ്മെന്റ്? റെയിൽവേസ് അവരുടെ എംപ്ലോയീസ് എന്ന് വെച്ചാൽ അവര് നടത്തുന്ന ഹോസ്പിറ്റലാണ്.
ആ ഒരു റെയിൽവേയുടെ അവർ നടത്തുന്നത്. അവർക്ക് എന്ത് ഹോസ്പിറ്റൽ സംബന്ധമായ എന്ത് കാര്യം വന്നാലും അവർക്ക് ആ ഹോസ്പിറ്റലിൽ പോവാം. ക്യാഷ് ഒന്നും വേണ്ട. അവർ അണ്ടർടേക്കിംഗ് ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിൽ, നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയല്ലേ പോവുള്ളൂ. നമ്മൾക്ക് ക്യാഷ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോകുമോ? ഇല്ല. നമ്മുടെ അണ്ടർടേക്കിംഗിൽ ഏതാ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പോവുള്ളൂ. അപ്പൊ റെയിൽവേ എന്നൊക്കെ പറയണത് ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യണതാ അല്ലേ? റെയിൽവേയിലൊക്കെ ഒരുപാട് ജീവനക്കാരുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള റെയിൽവേ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യണതാ. അവർക്ക് എന്തൊരു ഇത് വന്നാലും ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ കീഴിലാണ്. മനസ്സിലായ? അവരുടെ അണ്ടർടേക്കിലുള്ളതാണ് ആ ഹോസ്പിറ്റൽ, PSU ഹോസ്പിറ്റൽ എന്ന് പറയണത്. ഓക്കെ. ഇപ്പൊ കൃഷ്ണാണോ മനസ്സിലായ? കൃഷ്ണേ, അത് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണോ? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് റെയിൽവേ ഉള്ളത്. ഈ റെയിൽവേയുടെ അണ്ടർടേക്കിൽ വരുന്നതാണ് PSU. ഓക്കെ. ഓക്കെ. റെയിൽവേ ആരുടെ കീഴിലാ? നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ എന്നൊക്കെ പറയണത് ആരുടെ കീഴിലാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ. ഈ റെയിൽവേക്കാരുടെ കീഴിലാണ് PSU വരുന്നത്, അവര് നടത്തുന്നത്. പക്ഷെ ഇതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അതിനെ നയിക്കാനായിട്ട് നമ്മുടെ ഈ റെയിൽവേയിലെ ആൾക്കാരായിരിക്കും ഇത് അണ്ടർടേക്ക് ചെയ്യുന്നത്, നമ്മളെ നോക്കണത്, നമ്മളെ കൺട്രോൾ ചെയ്യണത്. മനസ്സിലായ? ആ സ്ഥാനത്ത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് വന്ന് കൺട്രോൾ ചെയ്യില്ല എന്നാ പറഞ്ഞത്. PSUല് കൺട്രോൾ ചെയ്യണത് ആ PSUയുടെ റെയിൽവേ അല്ലെങ്കിൽ കോൾ ഇന്ത്യ എന്ന് പറയുന്നതും ഈ കൽക്കരിയിലെ തേനിയൊക്കെ പോലത്തെ അതിന് വലിയൊരു ലിമിറ്റഡ് ഉണ്ട്. ഒരുപാട് ഈ റെയിൽവേ പോലെ തന്നെ വിശാലമായ അവിടെ ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കീഴിലും കൂടിയാണ് ഇത്. അങ്ങനെയുള്ള ഇതാണ് പറഞ്ഞത്. മാം ഇവിടെ ഉണ്ടോ PSUs? അവിടെ ഇവിടെ കേരളത്തിലും ഉണ്ടോ PSU? കേരളത്തിൽ ഇന്നോന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ റെയിൽവേ എന്നൊക്കെ പറയുമ്പോൾ 28 സംസ്ഥാനങ്ങളും ചേർന്നതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. ആ 28 സംസ്ഥാനത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. അതെനിക്കറിയാം. ഇപ്പൊ റെയിൽവേയുടെ കീഴിൽ ചെറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ എറണാകുളം ജില്ല എനിക്കറിയില്ല അതൊന്നും. അത്ര നമുക്കറിയില്ല. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. വൈഡായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ ടെക്സ്റ്റിൽ തന്ന കാര്യങ്ങൾ ആരാണ് കൺട്രോൾ ചെയ്യണതെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ വൈഡായിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകണ്ട. നമ്മളതല്ല നമ്മുടെ ടോപ്പിക്. നമ്മൾ പഠിക്കുന്നത് എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ബാക്കി നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് PSUനെ കുറിച്ച് ഈ റെയിലിൽ എന്താണെന്നൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. ഓക്കെ. എന്നാ വേറെ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും ഓക്കെ അല്ലേ? SWAJ ഇല്ലേ, അത് J എന്ന ഫുൾ ഫോം എന്താ? ആരാണ് റീത്ത? എന്താ പറഞ്ഞ റീത്ത? അബ്രിവേഷനില് SWAJ. അബ്രിവേഷനില് SWAJ AAJ എന്ന് പറയണതാ. SWAAJ എന്ന് പറയണതല്ലേ? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു റെയിൽവേ. സ്റ്റെപ്പ് വൈസ് ആണ് SW എന്ന് പറയണത്. പിന്നെ ടു എയർവേ അപ്രോച്ച് എയർവേ ഡിസീസ് ആണോ? ഡിസീസ്. അപ്പൊ J അല്ല അവിടെ വേണ്ടത്, T ആണ്. SWAAD ആണ്. D അല്ലേ വരേണ്ടത്? D ആണ്. എയർവേ ഡിസീസിൽ D ആണ് വേണ്ടത്. J ശ്രദ്ധിച്ചില്ല. നിങ്ങൾ തിരുത്തിക്കോ, എല്ലാവരും തിരുത്തിക്കോ. അത് D ആണ്. SWAAD ആണ് കേട്ടാ. ഓക്കെ മാം. ഓക്കെ. താങ്ക് യു റീത്ത. റീത്ത അത് കണ്ടുപിടിച്ചല്ല. ഓക്കെ. താങ്ക് യു. അപ്പൊ എല്ലാവരും ഓക്കെ. എന്നാ നമ്മ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.